മഴ മാറി നിന്നതോടെ കണ്ണൂർ കുപ്പത്തെ ദേശീയപാതയോരത്തോട് ചേർന്ന് താമസിക്കുന്ന വീടുകളിലുള്ളവർക്ക് വലിയ ആശ്വാസമാണ്. കഴിഞ്ഞ ദിവസം മഴ പെയ്തോടെ ചെളിയും മണ്ണും വെള്ളവുമൊക്കെ വീടുകളിലേക്ക് ഇരച്ചെത്തുകയും വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്തിരുന്നു. പിന്നീട് ആളുകൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി. അങ്ങനെ വലിയ ആശ്വാസമാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്ന് പറയാം. കഴിഞ്ഞ ദിവസം NHയുടെ ആളുകൾ വന്ന് നാട്ടുകാരുമായി സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. അത് ലംഘിച്ചാൽ വീണ്ടും 27-ാം തീയതിക്ക് ശേഷം സമരത്തിലേക്ക് കടക്കുമെന്നാണ് സ്ത്രീകളടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. 27-ാം തീയതിക്കുള്ളിൽ നമുക്ക് താൽക്കാലികമായിട്ടില്ല വെള്ളത്തിനും ചളിക്കും പോകാനില്ല വഴിയും പിന്നെ നമ്മളെ ഡ്രെയിനേജ് കുറച്ച് ആഴത്തിലെടുക്കാനും അതെല്ലാം ഇന്നലെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. 27-ാം തീയതി വരെ നമ്മൾ സമരമൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും നാട്ടുകാർ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മളേതായ രീതിയിലുള്ള സൊല്യൂഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് നാട്ടുകാരെല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. പയ്യന്നൂരിനടുത്ത് പിലാത്രയിൽ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ റോഡ് അടച്ചിരുന്നു. അങ്ങനെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വാഹനങ്ങൾക്ക് പോലും നടക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിൽ പ്രതിഷേധിച്ച് ഈ മേഘാ കൺസ്ട്രക്ഷൻ്റെ ഓഫീസിലേക്ക് DOFI മാർച്ച് നടത്തി. വലിയ സംഘർഷമാണ് ഉണ്ടായത്. ഓഫീസ് അടിച്ചു നടക്കുന്ന രീതിയിലേക്കാണ് ആ സംഘർഷം മുന്നോട്ട് പോയത്. ചില ഉറപ്പുകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സമരം പിൻവലിക്കുകയും ചെയ്തു. കണ്ണൂർ ജില്ലയുടെ ദേശീയപാതയോരത്ത് താൽക്കാലിക ആശ്വാസം ആണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയാം. കഴിഞ്ഞ ദിവസമൊക്കെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ്. ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. താൽക്കാലിക പരിഹാരം പോലും ഉണ്ടായിട്ടില്ല. ചില ഉറപ്പുകൾ മാത്രമാണ്. ഏതായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്നതാണ് വലിയ ആശ്വാസം. ഉറപ്പുകളൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ അടക്കം തീരുമാനം. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.